എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചു. ഈ 2009 ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു തീമാറ്റിക് ബാക്കിംഗ് ഉള്ള സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ബ്ലസ്സേറിനും എനിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയാം, ഒരു വടിയുടെ നിഴല് പോലും ഇല്ലാത്ത ഇടമെന്നൊക്കെയാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിഴലില്ലാത്ത ഒരു വെളിച്ചമില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ലോകത്തിന് മുന്നിൽ മലയാളത്തിന്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം കിട്ടിയിരിക്കുന്നു, ഒരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു. ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു വസ്ത്രവും ഇല്ലാതെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് മലയാള സിനിമ പ്രേക്ഷകർ തന്നിരിക്കുന്നത്. ഈ 2009 ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു തീമാറ്റിക് ബാക്കിംഗ് ഉള്ള സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ബ്ലസ്സേറിനും എനിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമയിലെ പുസ്തകവും ആ കഥയും ആ ജീവിതവും അങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു പലപ്പോഴും ഡിസ്കഷൻസിൽ നമ്മൾ മിസ്സായി പോകുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആടുജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡിസ്കഷനിലേക്ക് വരുന്നത് മൈഗ്രേഷനെ കുറിച്ചാണ്. കുടിയേറ്റം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബെറ്റർ ലൈഫ് തേടി മറ്റൊരു രാജ്യത്തിൽ പോവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോവുക എന്ന് പറയുന്നത്. അതിലും യൂണിവേഴ്സലാണ് അതിന് പുറകിലുള്ള ദ ബ്രോഡർ പെർസ്പെക്റ്റീവ്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ റീസൺ ഈ സെഗ്രിഗേഷൻ. അത് സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും എക്കോണമിക്കലി ആണെങ്കിലും ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ഘടകങ്ങളിലാണെങ്കിലും സെഗ്രിഗേഷനാണ് മൈഗ്രേഷൻ്റെ കാരണമാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ സമ്പദ്ഘടന, ചില പ്രദേശങ്ങൾ കുറച്ചുകൂടെ നല്ല സാമ്പത്തിക ശേഷിയുള്ള സമ്പദ്ഘടനയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹമുണ്ടാവും. പൊളിറ്റിക്കലി ഒട്ടും പൊളിറ്റിക്കലി പീസ്ഫുൾ അല്ലാത്ത നമുക്കൊരു സസ്റ്റനൻസ് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അവിടെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ. അപ്പോൾ എന്താണ് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? ഇത്രയും വലിയൊരു ലോകമുള്ളപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലാണ് ഇക്കോണമിക്കലി ബെറ്റർ, പൊളിറ്റിക്കലി ബെറ്റർ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നത്. ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻഫാക്ട് ഈ സിനിമ കൺസീവ് ചെയ്യപ്പെട്ട 2009 എന്ന കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രസക്തമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ജനറൽ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ലോകത്തിന്റെ പലയിടങ്ങളിൽ ബോർഡേഴ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അന്യരെ എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാതെ ഇരിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ തീവ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, 100 ചില്ലോണം വർഷങ്ങൾക്ക് മുമ്പ് വിസ ഇല്ല ഈ ലോകത്ത്. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അവിടെ നിന്ന് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു മൈക്രോകോസമായ 100 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹൗ ഡു വി പ്രൊട്ടക്ട് അവർ ബോർഡേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ, ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണവ്യവസ്ഥിതികളുടെയും ഒരു പ്രയോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സെഗ്രിഗേഷൻ ആണ് മൈഗ്രേഷന്റെ റീസൺ. അത് ഇന്ന് എക്സ്ട്രീംലി റെലവൻ്റ് ആയ, എക്സ്ട്രീംലി ഇന്ന് ടുഡേസ് പ്രോബ്ലമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ മൈഗ്രേഷനും. ആ മൈഗ്രേഷൻ്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ, അതിലെ ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ ആണ് നജീബിൻ്റെ കഥയും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയും. അപ്പോൾ അത് ട്രൂലി ഗ്ലോബൽ ആണ് എന്നും, ലോകത്തിലെ ഏത് പ്രദേശത്ത് പോയി നമ്മൾ ഈ സിനിമ കാണിച്ചാലും ഇത് സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ കഥ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ട്രൂലി ഒരു ഭാഷയ്ക്കും പ്രദേശത്തിനുമൊക്കെ അതീതമാണ് എന്നുള്ളതും ഈ സിനിമയുടെ വലിയ ക്വാളിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇന്നെന്നല്ല, 2009 തന്നെ. അന്ന് തന്നെ ബ്ലസ്സേറിന്റെയും എന്റെയും ആഗ്രഹം, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂസ് ആടുജീവിതത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത്.
അതല്ലാതെ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഓടി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടുക എന്നുള്ളതാണെങ്കിൽ ഇത്ര വലിയൊരു എഫേർട്ടിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടെക്നീഷ്യൻസിന് അവരുടെ ശമ്പളം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അതൊന്നും ഒരു പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ബ്ലെസ് ചേട്ടൻ്റെ. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ സിനിമ ഉണ്ടാകുന്നത്. ആൻഡ് ഐ എം റിയലി പ്രൗഡ്. ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് പോലെ അന്ന് ഞാൻ പോയേനെ. ഐ വുഡ് ഹാവ് ബീൻ ദെയർ. കാരണം ഇത് എൻ്റെ സിനിമ ബ്ലെസ് ചേട്ടൻ്റെ സിനിമ എന്നുള്ളതിൽ നിന്നൊക്കെ വളർന്നു കഴിഞ്ഞു. ആൻഡ് ഇൻ ഓൾ ഓണസ്റ്റി ഇപ്പം നമ്മൾ എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട സ്വപ്നതുല്യമായ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം ആടുജീവിതത്തിൻ്റെ കളക്ഷൻ പോലെ എങ്ങനെയെങ്കിലും കളക്ഷൻ കൂടണം എന്നതിന് വേണ്ടിയല്ല നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലേ? വി ആർ ഓൾ ഹിയർ ഫോർ എ ഗ്രേറ്റർ കോസ്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ദ ഫിലിം അച്ചീവ്സ് ഇറ്റ്സ് ട്രൂ പൊട്ടൻഷ്യൽ. അതിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഒരു ദൃശ്യത്തിന് എത്രത്തോളം നിങ്ങളുമായി ചേർത്ത് വെക്കാൻ കഴിയണമെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ചലഞ്ചായിട്ട് വരിക. രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം അതേ രീതിയിൽ തന്നെ പകർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സമഗ്രമായ ജോലിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. കാരണം ഒരു 43 ചാപ്റ്ററിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ സംഭവങ്ങൾ ഒരു 3 മണിക്കൂറിനുള്ളിലാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മളിതൊരു വലിയൊരു റിസർച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പം ജീവൻ്റെ റിയൽ സ്റ്റോറി ബെന്യാമിൻ ഭാവനയിൽ ചേർക്കുന്നു, അതൊരു നോവലാകുന്നു, അതൊരു മറ്റൊരു സിനിമയുടെ വേർഷനിലേക്ക് സിനിമയ്ക്ക് കുറേ അധികം സാധ്യത, ഒരു യഥാർത്ഥ അനുഭവം റിയലിസ്റ്റിക് ആവുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയാം, ഒരു വടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഇടമെന്നൊക്കെയാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിഴലില്ലാത്ത ഒരു വെളിച്ചമില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ഞങ്ങൾ പുസ്തകത്തിലില്ലാത്തതാണ്. ബന്ധുക്കളുടെ കൾച്ചർ, അങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നത്, അവരുടെ പാട്ടുകളെ, കാര്യങ്ങൾ, അവരുടെ രീതികളെ, സ്വഭാവങ്ങളെ ഒക്കെ എന്നുവെച്ചാൽ പുസ്തകത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇത് പുസ്തകവുമായി വരുന്ന ആൾക്കാരുടെ ആദ്യം തന്നെ പുസ്തകം മടക്കി വെക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു നറേഷൻ്റെ രീതി തന്നെ തുടക്കത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഞാൻ ഒരു ലോകസഞ്ചാരി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തുടങ്ങാം. 2009 ഞാൻ അർജൻറ്റീനയിലൂടെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു. അപ്പോൾ ബ്യൂണസ് എയർസിൽ നിന്ന് കുറച്ച് ഉൾനാടുകളിലേക്ക് ഒരു യാത്ര പോയി. അത് ആ നാടുകളിലേക്ക് നമുക്ക് തനിച്ച് ക്യാമറയുമായിട്ട് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് പോയത്, ഒരു ബസ്സിൽ. അപ്പോൾ ബ്യൂണസ് എയർസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഒരു 35 ആളുകൾ ആ ബസ്സിലുണ്ട്, ഞാനുമുണ്ട്. യാത്ര തുടങ്ങി അധികം താമസിയാതെ തന്നെ ടൂർ ഗൈഡ് എല്ലാവരെയും പരിചയപ്പെടുത്തും. ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു, പേരെന്താണ്, ബ്രീഫായിട്ട് മാത്രം. അപ്പോൾ ഞാൻ മുൻപിലിരിക്കാനാണ് സാധാരണ ഇഷ്ടപ്പെടുന്നതെങ്കിലും അന്ന് സീറ്റ് കിട്ടിയത് കുറച്ച് പുറകിലായിട്ടാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ മുതൽ ചിത്രീകരണം ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള വ്യഗ്രതയിലാണ്. ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന് വന്നു. അവസാനം എൻ്റെ അടുത്തെത്തി. ഞാൻ സന്തോഷ് ജോർജ്, ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഉടനെ ഗൈഡ് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവർ പറഞ്ഞു, എല്ലാവരും ഒന്ന് കൈയടിക്കൂ, ഒരു കാരണമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതുവരെ നിരവധി ലോകരാജ്യങ്ങളിലൂടെ പോയിട്ടും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആരും കൈയടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും ആകാംക്ഷയായി. അപ്പോൾ അദ്ദേഹം മൈക്കിൽ കൂടെ പറഞ്ഞു, ഇന്നലെ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ ഇന്ത്യൻ സിനിമയ്ക്കാണ്, അയാൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് സ്ലങ് ഡോഗ് മില്യനർ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് 6 or 7 ഓസ്കാറുകൾ കിട്ടിയിരിക്കുന്നു. ഇന്ത്യക്കാരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. എല്ലാവരും കൈയടിച്ചു. ഈ 35 പേരും കൈയടിച്ചു എന്ന് മാത്രമല്ല, ആ യാത്രയിലുടനീളം തിരിച്ചുകൂടി എത്തുവോളം മറ്റ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊരു സ്പെഷ്യൽ പരിഗണനയാണ് തന്നത്. കാണുമ്പം ഓഹോ, ഒരു ബഹുമാനം, ആദരവ്. അന്നേ വരെയും അതിനുശേഷവും ഇന്ത്യക്കാരൻ എന്ന പേരിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല. അതിന് മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും
ഈ നാട്ടിനെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടും ആവാം. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഓസ്കാർ വേദിയിൽ പേര് അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം അതുവരെ എന്ത് ചെയ്തു, അതുവരെ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കി എന്നതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ലോകം ആദരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന്. ഈ സംഭവം ഞാൻ പറയാൻ കാര്യം, നമുക്കറിയാം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സിനിമയുടെ 25ാമത്തെ ദിവസം നമ്മളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാള സിനിമയിൽ 25 ദിവസങ്ങൾ ഒരു സിനിമ പിന്നിട്ടു എന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. 100, 120, 200, 250, 365 ദിവസം വരെ പിന്നിട്ട സിനിമകളുണ്ട്. പക്ഷേ ഈ സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തിന് മുന്നിൽ മലയാളത്തിന്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം കിട്ടിയിരിക്കുന്നു, ഒരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. ഈ 25 ദിവസം പിന്നിടുമ്പോൾ ഒരു കാര്യം തെളിയിച്ചു, ഇത് മനുഷ്യൻ സ്വീകരിച്ച, മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ്. ഇത് ഭാഷയ്ക്കതീതമായി ആളുകൾ ഉൾക്കൊണ്ടു കഴിഞ്ഞ ഒരു സിനിമയാണ്. എത്രയോ മേഖലകളിൽ നിന്ന് അതിപ്രശസ്തരും സിനിമയെ അതിനിശിതമായി വിമർശിക്കുകയും ശക്തമായി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളും അവരുടെ സന്ദേശങ്ങളിലൂടെ ഈ സിനിമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ സിനിമയുടെ, ഞാനും നേരത്തെ മെൻഷൻ ചെയ്തു, ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിക്കലി ഇതിനെന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് കിട്ടണം എന്നുള്ളത് നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് മലയാള സിനിമാ പ്രേക്ഷകർ തന്നിരിക്കുന്നത്. ഇപ്പം ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തിന് ഇങ്ങനെ സംഭവിക്കണം, നമ്മുടെ ഇവിടുത്തെ ലീഡിങ് മീഡിയ പേഴ്സണാലിറ്റീസിനെ കൊണ്ടൊരു ഡിസ്കഷനിലൂടെ തുടങ്ങണമെന്ന് ചിന്തിച്ചതിൻ്റെ പ്രധാന കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇത് ബ്ലസ്സിച്ചേട്ടൻ്റെയോ എൻ്റെയോ സിനിമ, ബ്ലസ്സിച്ചേട്ടനും എനിക്കും ഈ സിനിമയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മലയാളികളോട് കടപ്പെട്ടിരിക്കുന്നു, അത് അവർ തന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ സൃഷ്ടിക്കാനെടുത്ത സ്ട്രഗിൾ, ഈ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടിയ സ്വീകാര്യത, അവിടെ കൊണ്ട് ഈ കഥ തീരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാവലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എന്നുള്ളൊരു ഐഡന്റിറ്റി ഇതിനുണ്ടാവുക എന്നുള്ളതാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇത് മലയാള സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഐഡന്റിഫിക്കേഷൻ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള യാത്രയുടെ തുടക്കം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ വിവിധ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസ് ഒരു സിനിമയുടെ ഡിസ്കഷൻ ഇന്നിവിടെ വന്നതിൻ്റെ ഭാഗമാകേണ്ട കാര്യമില്ലല്ലോ. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി എന്നുള്ളതിൽ ഞങ്ങൾ വി ആർ ഫോർ എവർ ഒബ്ലൈജ്ഡ് ടു ഓൾ ഓഫ് യു. അപ്പം അത്തരമൊരു തിരിച്ചറിവ് സിനിമാ പ്രേക്ഷക സമൂഹത്തിനിടയിലും സിനിമാ വ്യവസായത്തിനിടയിലും ഉണ്ടാവുകയും ഇത് മലയാളത്തിൻ്റെ സിനിമ, നമ്മുടെ സിനിമ എന്നൊരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നിന്നുണ്ടായിട്ട് വേണം ഈ യാത്ര തുടങ്ങാൻ. അപ്പോൾ ആ തുടക്കം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എന്താ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ബ്ലസ്സി എടുത്തിട്ടുള്ള ഒരു സ്ട്രെയിൻ, ഇത്രയും വർഷം ഒരു 15 കൊല്ലത്തിലധികം ഒരു സിനിമയുടെ പിന്നാലെ കൂടുക, ആ സിനിമയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കമ്മിറ്റ് ചെയ്യുക, അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നെ അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജ് കടന്നു പോയിട്ടുള്ള യാതനകൾ. നമുക്ക് വളരെ വാത്സല്യമുള്ള ഒരാളാണ് പൃഥ്വിരാജ് പലതുകൊണ്ടും. അപ്പോൾ പക്ഷേ ഒരു നടൻ ഇത്രയും കൂടുതൽ കമ്മിറ്റഡായിട്ട് തൻ്റെ ശരീരം തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വഴക്കിയെടുക്കുക, അത് ചെറുതാക്കുക, വലിപ്പത്തിലാക്കുക, ഇതൊക്കെ അങ്ങനെയുള്ളൊരു മാജിക്കെല്ലാം പൃഥ്വിരാജ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയും ഞാനോടാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ എൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു, ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു വസ്ത്രവും ഇല്ലാതെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സിനിമയിലെ നജീവ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഉൾക്കൊള്ളുകയും അയാൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ യാതന നിറഞ്ഞ ആ ജീവിതം തീർച്ചയായിട്ടും മലയാളി അതിനോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉയർത്തുന്ന ഒരു കാര്യം, ഈ അടിമ വേലയും കുടിയേറ്റവും അത് ലോകത്ത് അന്യമായ കാര്യങ്ങളല്ല, ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ചില അപരിഷ്കൃതമായ ജീവിത ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു മലയാള സിനിമ ബോക്സ് ഓഫീസിൽ വിജയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്ര കൂടുതലൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സിനിമകൾക്ക് പറ്റുന്ന പ്രമേയം, നമ്മുടെ തിയേറ്ററിലെ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്ന പ്രമേയങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്. അപ്പോൾ അതൊന്നും അറിയുന്നില്ല ബ്ലസ്സിയുടെ വീക്ഷണമെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഈ സിനിമ
തിയേറ്ററിൽ അല്ലെങ്കിൽ കണ്ട് അത് പൂർത്തീകരിക്കുന്ന വേളയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു തൊണ്ട വരളുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു അനുഭവം ലോകത്ത് ആർക്കും തോന്നാം. കാരണം അതിൽ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഒരു മലയാളിക്ക് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന ഒന്നല്ല. ഈ കുടിയേറ്റമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, സർവൈവൽ ആവട്ടെ, ഇത് ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ സഹനം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു മലയാളം സിനിമ എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു പരിമിതിയേ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നിലയിൽ ഇപ്പം നമ്മുടെ ഭാഷയിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്പാനിഷ് ഭാഷയിലേക്ക് മാറ്റിയാൽ, അതിന് സബ്ടൈറ്റിൽ കൊടുത്താൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ, ഇവിടുത്തെ ഒരു തമാശയാണെങ്കിൽ അത് നമുക്ക് സെൻസ് ചെയ്യുന്നത് പോലെ, നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഒരു ലാറ്റിൻ അമേരിക്കക്കാരനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് കൾച്ചറലി, ട്രഡീഷണലി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വേറൊരു നാട്ടുകാരനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് മലയാളിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഏത് മനുഷ്യനും ലോകത്തെ ഏത് കോണിലും ഒരേ തരത്തിൽ ഈ സ്ട്രഗിൾ അനുഭവിക്കാൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകമെങ്ങും മലയാളികൾ എത്തുന്നുണ്ട്, അവിടെയൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, മറ്റൊരു നാട്ടിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഏതൊരാളുടെയും ജീവിതം, മാനസികാവസ്ഥ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നജീബിൻ്റേതാണ്. കാരണം അവിടെ നമുക്ക് വലിയ അധികാരാവകാശങ്ങളുള്ള ഒരു നാടല്ല അവിടെ ഒന്ന്. അവിടെ നമ്മളെ ആ നാട്ടുകാരൻ കാണുന്നത് എങ്ങനെയെന്നും അല്പം വിവാദ പരാമർശമാണെങ്കിൽ കൂടി പറയാതിരിക്കാൻ തരവില്ല, നമ്മൾ ഒരു രണ്ടാം തരം പൗരനായിട്ട് തന്നെയാണ്. അവിടെ എപ്പോഴും സ്വന്തം നാട്ടിൽ എന്തെങ്കിലും അത്ഭുതം നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഓരോ പ്രവാസിയും. സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ നാടിനെ, ഭരണാധികാരികളെ, ഇവിടുത്തെ നേട്ടങ്ങളെ ഒക്കെ വിമർശിക്കുന്നവരാകുമ്പോൾ പോലും ഈ നാട് വിട്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും കണ്ണിങ്ങോട്ടാണ്. ഇവിടെ എന്ത് നടക്കുന്നു? ഇവിടെ ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് കുതിച്ചുയരുമ്പോൾ, ഇവിടെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ വിദേശത്തിരുന്ന് മനസ്സുകൊണ്ട് കൈയടിക്കുന്ന ആളുകളാണ് മലയാളികൾ. ആ മലയാളിക്ക് ആ നാട്ടിൽ അഭിമാനത്തോടെ നാളെ ജീവിക്കാൻ പറ്റുന്ന, സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനത്തോടെ, സ്വന്തം ഭാഷയെക്കുറിച്ച്, സ്വന്തം സിനിമയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നായി, ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റായി ഈ ആടുജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒന്നിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടിയിലേക്ക് ഈ മീഡിയ ഫ്രട്ടേണിറ്റിയെ ഒന്നിച്ചു കൂട്ടിയ ബ്ലസി സാറിനും പൃഥ്വിരാജിനും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.